എന്റെ ഗ്രാമം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിട്ടം നാളിൽ 1500-ലധികം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകി. തുടർച്ചയായ 10ാം വർഷമാണ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണസദ്യ വിളമ്പുന്നത്. ഓണസദ്യ മന്ത്രി മോൻസ് ജോസഫും മുൻമന്ത്രി വി എൻ വാസവനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്ന നിർധനരായ രോഗികൾക്ക് നിരവധിയായ സഹായങ്ങൾ ചെയ്യുന്ന ട്രസ്റ്റിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. അശരണർക്ക് കൈത്താങ്ങാവുന്ന ട്രസ്റ്റിനും ഓണസദ്യയിൽ പങ്കുചേർന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മന്ത്രി ഓണാശംസകൾ നേർന്നു. എൻ്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വർഷങ്ങളായി നടത്തി വരുന്ന ഏറ്റവും വലിയ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രവർത്തനമാണ്, ജീവകാരുണ്യ പ്രവർത്തനമാണ്. മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ക്രമയാണ്. പ്രത്യേകിച്ച് ഓണക്കാലത്ത് ഇതൊരു ഇരട്ടി മധുരം പോലെ സന്തോഷമുള്ള, ആളുകൾ വിഷമിക്കുമ്പോഴും ആശ്വാസത്തിൻ്റെ ഒരു വലിയ മുൻഗണനമാണ് നമ്മുടെ സജിയെ പോലുള്ള ആളുകൾ ചെയ്യുന്നത്. സജിമുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ ബിസിനസ് രംഗത്ത് നിൽക്കുമ്പോഴും നാട്ടിലെ വിഷമിക്കുന്ന ആളുകളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു നല്ല കാര്യത്തിന് സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ പല സഹപ്രവർത്തകരെ എല്ലാം ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഏറ്റവും മാതൃകാപരമായൊരു കാര്യമാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് നിരവധി സുഹൃത്തുക്കൾ ആശംസകൾ അറിഞ്ഞ് പാലക്കിന് കണക്കും ഒരുപാട് സുഹൃത്തുക്കൾ വിളിക്കുകയുണ്ടായി. കാരണം സജിയുടെ ഈ പ്രോഗ്രാം ഓസ്ട്രേലിയ മുഴുവൻ വളരെ വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ നിലയിലാണ് അവർ ക്യാമ്പയിൻ ചെയ്യുന്നത്. അശരണരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസം പകരുന്ന എന്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മുൻ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ആർപ്പുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് പഞ്ചിക്കാരൻ, എന്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സജി മുണ്ടക്കൽ, സെക്രട്ടറി കെ എൻ മോഹനൻ, ഭാരവാഹികളായ എം സി ജോസഫ്, ജോൺ കുര്യൻ, ജോളി എട്ടുപറ, എം കെ സുഗതൻ, സിറിൽ നരിക്കുഴി, സതീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 22-ന് ക്യാൻസർ വാർഡിലെ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും ഓണക്കോടികൾ വിതരണം ചെയ്തിരുന്നു.